ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 3-ലെ ബയോടെക്നോളജി എന്നുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോടെക്നോളജിക്ക് നമുക്ക് മലയാളത്തിൽ എന്ന് പറയാം, ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവനുള്ള ഓർഗാനിസംസിൽ നിന്നും മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. ഓക്കെ, അതിപ്പം ആനിമൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ തന്മാത്രകളിൽ നിന്നൊക്കെ എന്തുണ്ടാക്കിയെടുക്കുകയാണ്, മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് പറയുന്നത്, ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ബയോടെക്നോളജി എന്നുള്ള പദം ആദ്യമായി നിർദ്ദേശിച്ചത് കരോളി എറിക്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. വർഷം ഓർത്തു വയ്ക്കുക, 1919. മനുഷ്യ ജീവിതത്തെയും പ്രകൃതിയെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ. ഓക്കെ, മനുഷ്യനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. പ്രധാനമായിട്ടും ഈ ഒരു ബയോടെക്നോളജി നമുക്ക് 4ആയിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. ഏതൊക്കെയാണ്? ബ്ലൂ ബയോടെക്നോളജി, വൈറ്റ് ബയോടെക്നോളജി, റെഡ് ബയോടെക്നോളജി, ഗ്രീൻ ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ബയോടെക്നോളജിയെ നമുക്ക് തരംതിരിക്കാം. ആദ്യം നമുക്ക് എന്താണ് ബ്ലൂ ബയോടെക്നോളജി എന്നുള്ളത് നോക്കാം. ബ്ലൂ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, കടലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ബ്ലൂ ബയോടെക്നോളജിയിൽ വരുന്നത്. ദെൻ വൈറ്റ് ബയോടെക്നോളജി. വൈറ്റ് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെ ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്നത്, വൈറ്റ് ബയോടെക്നോളജിയിൽ വരുന്നത്. ദെൻ റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ മരുന്നിന്റെ നിർമ്മാണം അല്ലെങ്കിൽ മരുന്നുകളുടെ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു റെഡ് ബയോടെക്നോളജിയിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഗ്രീൻ ബയോടെക്നോളജി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാർഷിക മേഖലയിലുള്ള കാര്യങ്ങളാണ് ഗ്രീൻ ബയോടെക്നോളജിയിൽ വരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കുക. ആദ്യത്തേത് ബ്ലൂ ബയോടെക്നോളജി, കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. വൈറ്റ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. റെഡ് ബയോടെക്നോളജി എന്ന് പറയുമ്പോഴോ മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങൾ, ഓക്കെ, പലതരത്തിലുള്ള മരുന്നുകള്, അതിന്റെ റിസർച്ചുകള്, അതിന്റെ പുതിയ പുതിയ മരുന്നുകളുടെ പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, റെഡ് ബയോടെക്നോളജിയിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഗ്രീൻ ബയോടെക്നോളജി. കാർഷിക മേഖലയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ടൈം ലൈനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബയോടെക്നോളജിയെ 3ആയി തിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏൻഷ്യന്റ് ബയോടെക്നോളജി, ക്ലാസിക്കൽ ബയോടെക്നോളജി ആൻഡ് മോഡേൺ ബയോടെക്നോളജി. ഇങ്ങനെ 3ആയി നമുക്ക് തിരിക്കാം. അതായത് ഓരോ വർഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബയോടെക്നോളജിയെ 3ആയി തിരിക്കാം. ആദ്യം പറഞ്ഞത് ഏൻഷ്യന്റ് ബയോടെക്നോളജിയാണ്. ഏൻഷ്യന്റ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ 1800 മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ ജൈവ സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ദെൻ ക്ലാസിക്കൽ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ 1800 മുതൽ 1945 വരെ ജൈവ സാങ്കേതിക വിദ്യയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ലാസ്റ്റ് വൺ ഏതായിരുന്നു? മോഡേൺ ബയോടെക്നോളജി അല്ലെ. ഇതിൽ ഉൾപ്പെടുന്നത് എന്താ, ഏതുവരെയുള്ള കാലഘട്ടമാണ് നോക്കാം. 1945 മുതൽ 2021 വരെ, ഇന്ന് വരെയുള്ള കാര്യങ്ങൾ, ഈ ഒരു വർഷം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, മോഡേൺ ബയോടെക്നോളജിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു 2021 ഞാൻ ഇവിടെ എഴുതിയതേ ഉള്ളൂ. ഇതിന് ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഈ ഒരു മോഡേൺ ബയോടെക്നോളജിയിൽ ഉൾപ്പെടും. ഈ 3 ടൈം ലൈനിലും ജൈവ സാങ്കേതിക വിദ്യയിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തേത് ഏൻഷ്യന്റ് ബയോടെക്നോളജി. വർഷം ഏതായിരുന്നു? 1800 മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ ജൈവ സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്. നമുക്കറിയാം, പാലിനെ എന്താക്കുന്നുണ്ട്, തൈരാക്കി മാറ്റുന്നുണ്ട്. ചെയ്യുന്നത് ആരാണ്? സൂക്ഷ്മജീവികളാണ് അല്ലെ. ആ സൂക്ഷ്മജീവികളെ നമുക്ക് എന്ത് പറയാം? ലാബ് എന്ന് പറയാം. ലാബ് എന്തായിരുന്നു? ലാക്ടിക് ആസിഡ് ബാക്ടീരിയകളാണ് അല്ലെ. ലാബ് എന്ന് പറയുമ്പോൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഓക്കെ, ഇതിനെ മറ്റൊരു പേര് കൂടി പറയും, അല്ലെങ്കിൽ ലാക്ടോബാസിലസ്. ഓക്കെ, ലാക്ടോബാസിലസ് അഥവാ
ലാക്ടിക് ആസിഡ് ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? പാലിനെ തൈരാക്കി മാറ്റുന്നു. ഇത് ചെയ്യുന്നത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് അല്ലെ. ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മലയാളത്തിൽ പുളിപ്പിക്കൽ എന്ന് പറയാം. എന്താ ഈ ഫെർമെന്റ് ചെയ്യുക അല്ലെങ്കിൽ പുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ മാവ്, ഇഡ്ലി, ദോശയുടെ മാവൊക്കെ നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് പുളിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ എന്ത് നടന്നു? ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നു അല്ലെ. അതിനെ നമുക്ക് മലയാളത്തിൽ പുളിപ്പിക്കൽ എന്ന് പറയാം. അപ്പോ ഈ ഒരു പുളിപ്പിക്കൽ അഥവാ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് 1800 മുന്നേ തന്നെ ഇത് കണ്ടെത്തിയിരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്? കാർബോഹൈഡ്രേറ്റിനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡുകളായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ ആൽക്കഹോളോ ഓർഗാനിക് ആസിഡോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രാഞ്ചിനെ അല്ലെങ്കിൽ സയൻസ് ഓഫ് ഫെർമെന്റേഷനെ നമുക്ക് എന്ത് പറയാം? സൈമോളജി എന്ന് പറയാം. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സയൻസ് ഓഫ് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൈമോളജി ആണ്. അടുത്തതായിട്ട് പറയുന്നത് 1800 മുന്നേ തന്നെ വെണ്ണയുടെ പ്രൊഡക്ഷൻ, വെണ്ണ എന്ന് പറയുമ്പോൾ ചീസ് അല്ലെ. അപ്പൊ ഈ ചീസിന്റെ പ്രൊഡക്ഷനിൽ സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ചീസിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇവരുടെ പേര് മാത്രം ഓർത്താൽ പോരാ, ഈ ചീസിന്റെ രണ്ട് ചീസിന്റെയും പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളുടെ പേര് കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് പറയാം സ്വിസ് ചീസ് എന്ന് പറയും. ഒരു ടൈപ്പ് വെണ്ണയാണ് സ്വിസ് വെണ്ണ. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഇത്തരം ചീസ് നിർമ്മിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഫെർമെന്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? പ്രൊപ്പയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന മൈക്രോബിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൂക്ഷ്മജീവിയുടെ പേര് ഓർത്ത് വയ്ക്കാം. ഒരിക്കൽ കൂടി പറയാം, പ്രൊപ്പയോണി ബാക്ടീരിയം ഷെർമാനി. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ടൈപ്പ് ഉണ്ട്, റോക്കിഫോർട്ട് ചീസ് എന്ന് പറയും. എന്താണ് റോക്കിഫോർട്ട് ചീസ്? ഓക്കെ, അപ്പൊ ഈ ഒരു ചീസിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് പെനിസിലിയം റോക്കിഫോർട്ടി. ഓക്കെ, പെനിസിലിയം റോക്കിഫോർട്ടി. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ ഈ രണ്ട് സൂക്ഷ്മജീവികളുടെ പേര് ഓർത്തു വെക്കണം. സ്വിസ് വെണ്ണയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് പ്രൊപ്പയോണി ബാക്ടീരിയം ഷെർമാനിയാണ്. റോക്കിഫോർട്ട് വെണ്ണയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് പെനിസിലിയം റോക്കിഫോർട്ടി എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 1800 മുന്നേ തന്നെ ബിയർ, വൈന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഇതിലെല്ലാം എന്ത് നടക്കുന്നുണ്ട്? പുളിപ്പിക്കൽ അഥവാ ഫെർമെന്റേഷൻ നടത്തിയിരുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ 1800 മുന്നേ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പൊ ബിയറിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ബിയർ ഉൽപ്പാദിപ്പിക്കാനായിട്ട്, ബിയർ ആണെങ്കിലും വൈൻ ആണെങ്കിലും ഒക്കെ ഇതിനെ പുളിപ്പിക്കാനായിട്ട് എന്ത് ഉപയോഗിച്ചിരുന്നു? ഈസ്റ്റ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഈസ്റ്റിന്റെ സയന്റിഫിക് നെയിം ഒന്ന് ഓർത്ത് വെക്കുക, സാക്കറോമൈസസ് സെർവീസിയേ. ഒരിക്കൽ കൂടി പറയാം, സാക്കറോമൈസസ് സെർവീസിയേ. അപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ മൈക്രോബയോളജിയിൽ വരുന്ന കാര്യങ്ങളല്ലേ, ഇതെല്ലാം എന്തിനാ ഇവിടെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു, മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ മറ്റു ഓർഗാനിസംസിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസിൽ നിന്നോ അല്ലെങ്കിൽ തന്മാത്രകളിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യയൊക്കെ എന്തിൽ വരുന്നുണ്ട്? ബയോടെക്നോളജിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ബ്രെഡിന്റെ പ്രൊഡക്ഷന്, ബ്രെഡിന്റെ ഒക്കെ നിർമ്മാണത്തിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇതേ ഈസ്റ്റിനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈസ്റ്റിന്റെ സയന്റിഫിക് നെയിം ഓർത്ത് വയ്ക്കുക, എന്തായിരുന്നു? സാക്കറോമൈസസ് സെർവീസിയേ. ഓക്കെ, ഇപ്പൊ ബ്രെഡിനെ പുളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് ആ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് സാധാരണയായിട്ട് നമ്മൾ പല ബേക്കറി പ്രൊഡക്ട്സിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈസ്റ്റിനെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നുകൂടി ഒരു പേര് പറയാറുണ്ട്, അഥവാ ബേക്കറുടെ ഈസ്റ്റ് എന്നുകൂടി പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈനിന്റെ പ്രൊഡക്ഷനിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ചിക്കൻ പോക്സ് അഥവാ സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ ആണ് ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ, അപ്പോ ഈ ഒരു വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേര് ഓർത്ത് വെക്കുക, എഡ്വേർഡ് ജെന്നർ ആണ്. മറന്നു പോകരുത്, എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയത് ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ എഡ്വേർഡ് ജെന്നറിനെ എന്തുകൂടി പറയുന്നുണ്ട്? വാക്സിനേഷന്റെ പിതാവ് എന്നുകൂടി പറയുന്നുണ്ട്. ഓർത്ത് വയ്ക്കുക, വാക്സിനേഷന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്തതായിട്ട് പറയുന്നത് ക്ലാസിക്കൽ ജൈവ സാങ്കേതിക വിദ്യ. ഓക്കെ, ഇത് വരുന്നത് ഏത് കാലഘട്ടങ്ങളിലാണ്? 1800 മുതൽ 1945 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്
ക്ലാസിക്കൽ ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കാം. ഈ ഒരു കാലഘട്ടത്തിലാണ് പാസ്ചറൈസേഷൻ കണ്ടെത്തിയത്. ഓക്കെ, പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ആരാ കണ്ടെത്തിയത്? ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആ ഒരു വർഷം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 1862 ലൂയിസ് പാസ്ചർ പാസ്ചറൈസേഷൻ കണ്ടെത്തുന്നത്. ദെൻ ആന്ത്രാക്സ്, റാബിസ് എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻ കണ്ടെത്തി ഈ കാലഘട്ടത്തിൽ. ആരാ ചെയ്തത്? ലൂയിസ് പാസ്ചർ തന്നെയാണ്. ഓക്കെ, 1902 ആദ്യമായിട്ട് ക്രോമസോം കണ്ടെത്തി. ഓക്കെ, ആരാ കണ്ടെത്തിയത്? വാൾട്ടർ സട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ദെൻ 1928 ആദ്യ ആന്റിബയോട്ടിക് ആയ, ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? നമുക്കറിയാം, പെനിസിലിൻ ആണ് അല്ലെ. ആദ്യ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ ആര് കണ്ടെത്തി? അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഈ പെനിസിലിൻ ഉണ്ടാക്കിയെടുത്തത് ഏത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സൂക്ഷ്മജീവിയിൽ നിന്നാണ്? പെനിസിലിയം നൊട്ടേറ്റം. ഓക്കെ, അപ്പൊ ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കണം. പലതവണ ആവർത്തിച്ച് ചോദിക്കാറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണിത്. അപ്പോ എന്താ നമ്മളിവിടെ പറഞ്ഞ 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആദ്യ ആന്റിബയോട്ടിക് കണ്ടെത്തി. ഓക്കെ, എന്താ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് ഡിസീസ് കോസിംഗ് ഓർഗാനിസം എന്നാണ്. ഓക്കെ, അതായത് രോഗകാരികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന കെമിക്കൽസ് ആണ് ആന്റിബയോട്ടിക്സ്. നമുക്കറിയാം അല്ലെ, പല അസുഖങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ട് അല്ലെ. പല രോഗങ്ങൾക്കെതിരായിട്ടുള്ള പല ആന്റിബയോട്ടിക്കുകളും ഉണ്ട്. ഈ ഒരു കെമിക്കൽ എന്ന് പറയുന്നത് എല്ലാ അസുഖത്തിനും ഒരൊറ്റ ആന്റിബയോട്ടിക് അല്ല. പല അസുഖങ്ങൾക്കും പല ആന്റിബയോട്ടിക്കുകളാണ്. അപ്പൊ അതിന്റെ നിർമ്മാണത്തിന് പലതരത്തിലുള്ള സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? ഓർത്തു വയ്ക്കുക, പെനിസിലിൻ. കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏതാണ് അതിന്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന സൂക്ഷ്മജീവി? പെനിസിലിയം നൊട്ടേറ്റം. അടുത്തതായിട്ട് പറയുന്നത് ആധുനിക ജൈവ സാങ്കേതിക വിദ്യ. 1945 മുതൽ അതിനുശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കണ്ടെത്തലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതിൽ നമ്മുടെ മൊഡ്യൂൾ 3 ബാക്കി ടോപ്പിക്സ് ഓരോന്നും പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യം മീസിൽസ് എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, വർഷം ഓർത്തു വയ്ക്കുക, 1963. മീസിൽസിനെതിരെയുള്ള വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത്. മീസിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാവുമ്പോൾ തന്നെ മീസിൽസിനെതിരായിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു വാക്സിനേഷൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് 1963 ശാസ്ത്രജ്ഞരുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. 2 പേരുണ്ട്, ഡോക്ടർ സാമുവൽ കാറ്റ്സ് ആൻഡ് ഡോക്ടർ ജോൺ എഫ് എൻഡേഴ്സ്. ആരൊക്കെയാണ്? ഡോക്ടർ സാമുവൽ കാറ്റ്സും അതുപോലെ തന്നെ ഡോക്ടർ ജോൺ എഫ് എൻഡേഴ്സ്. ദെൻ പുനഃസംയോജന DNA ആദ്യമായി കണ്ടെത്തുന്നത് ഈ ഒരു സമയത്താണ്. 1945 ശേഷം, ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ 1973 പുനഃസംയോജന DNA. എന്താണ് ഈ പുനഃസംയോജന DNA? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, റീകോംബിനന്റ് DNA ആണ്. എന്താണ്? റീകോംബിനന്റ് DNA ആണ്. അപ്പോ ഈ ഒരു റീകോംബിനന്റ് DNA ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1973. ആരാ കണ്ടെത്തിയത്? കോഹൻ ആൻഡ് ബോയർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, DNA ഫിംഗർ പ്രിന്റിംഗ്. 1984 ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തുന്നത്. ശാസ്ത്രജ്ഞന്റെ പേര് കൂടി ഒന്ന് ഓർത്ത് വെക്കാം, അലൻ ജെഫ്രി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, DNA ഫിംഗർ പ്രിന്റിംഗ് ആദ്യമായി കണ്ടെത്തുന്നത് ഏത് വർഷത്തിലാണ്? 1984. ഈ ഒരു DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ഇത്രയും മനസ്സിലാക്കുക, 1984 അലൻ ജെഫ്രി ആണ് ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത്. ക്ലിയർ അല്ലേ? ദെൻ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് 1995. അസുഖത്തിന്റെ പേര് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെ. ഈ ഒരു അസുഖത്തിനെതിരായിട്ടുള്ള വാക്സിനേഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ആദ്യമായി കണ്ടെത്തുന്നത് 1995. ദെൻ ഡോളി എന്ന് പറയുന്ന ഒരു ആടിനെ ക്ലോണിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തത് 1997. ആരായത് ചെയ്തത്? ശാസ്ത്രജ്ഞന്റെ പേരോർത്ത് വയ്ക്കുക, ഇയാൻ വിൽമട്ട്. ആദ്യത്തെ മനുഷ്യ കൃത്രിമ ക്രോമസോം കണ്ടെത്തുന്നത് 1997. അതായത് ഫസ്റ്റ്
ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ക്രോമസോം കണ്ടെത്തുന്നത് 1997 ആദ്യ ആന്റി ആൻജിയോജനിക് ഡ്രഗ്. ഇതെന്തിനെതിരെയുള്ള ഡ്രഗ് ആണ്? ക്യാൻസറിനെതിരെയുള്ള ഡ്രഗ് ആണ്. ഓക്കെ, ക്യാൻസറിനെതിരെയുള്ള മരുന്നാണ്. ഇത് കണ്ടെത്തുന്നത് 2004 ഇതേ വർഷത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലോൺ പെറ്റ്, അതായത് ആദ്യത്തെ ക്ലോൺ പെറ്റിനെ 2004 തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അതിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. കോപ്പി കാറ്റ് എന്നാണ് അതിന് പേരിട്ടത്. ഒരു പൂച്ചയായിരുന്നു കോപ്പി കാറ്റ്. ഓക്കെ, ക്ലോൺ ചെയ്തുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു. ദെൻ കൃത്രിമ DNA തന്മാത്ര ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 2008 അടുത്തതായിട്ട് പറയുന്നത് ജൈവസാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ കുറിച്ചാണ്. സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ വന്ന ഉയർച്ചയിൽ മറ്റ് 2 ബ്രാഞ്ചസ് അല്ലെ, ബയോളജിയുടെ മറ്റു 2 ബ്രാഞ്ചസ്, തന്മാത്രാ ജീവശാസ്ത്രവും സൂക്ഷ്മ ജീവശാസ്ത്രവും. മലയാളത്തില് ഇങ്ങനെ പറയും, ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് പറയാം? മോളിക്കുലാർ ബയോളജി, അതുപോലെ തന്നെ മൈക്രോ ബയോളജി. അപ്പൊ ഈ ഒരു ബയോടെക്നോളജിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ മോളിക്കുലാർ ബയോളജിയിലും അതുപോലെ തന്നെ മൈക്രോ ബയോളജിയിലും വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം തൊഴിലവസരങ്ങൾ ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചിട്ടുണ്ട്. ദെൻ വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, മനുഷ്യ ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം തന്നെ വളരെ നല്ല പങ്കാണ് ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യ വഹിക്കുന്നത്. അടുത്തതായിട്ട് മോണോക്ലോണൽ ആന്റിബോഡികളുടെ ഉൽപാദനത്തിന് വളരെ വലിയ ഒരു പങ്ക് ഏത് വഹിച്ചു? നമ്മുടെ ജൈവ സാങ്കേതിക വിദ്യ വഹിച്ചു. എന്താ ഈ മോണോക്ലോണൽ ആന്റിബോഡികൾ എന്ന് പറയുന്നത്? ഇത് മോണോക്ലോണൽ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഒരൊറ്റ സെല്ലിന്റെ മോണോ എന്നാണ്, മോണോക്ലോണൽ. അപ്പോ ഒരൊറ്റ സെല്ലിന്റെ തന്നെ ക്ലോൺസ് ആണ് ഇവ. ഓക്കെ, അപ്പൊ ഈ മോണോക്ലോണൽ ആന്റിബോഡികളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദെൻ DNA പ്രോബുകളെ കുറിച്ചും അല്ലെങ്കിൽ DNA പ്രോബുകൾ, RNA പ്രോബുകൾ ഇവയെ കുറിച്ചെല്ലാം കണ്ടെത്താനായിട്ട് ജൈവ സാങ്കേതിക വിദ്യ സഹായിച്ചു. ആദ്യമായിട്ട് കൃത്രിമ വാക്സിനുകൾ, കുത്തിവെപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന കൃത്രിമ വാക്സിനുകൾ കണ്ടെത്താനായിട്ട് എന്ത് സഹായിച്ചു? നമ്മുടെ ജൈവ സാങ്കേതിക വിദ്യ സഹായിച്ചു. ഹ്യൂമൻ ഇന്റർഫെറോണുകൾ, ഇൻസുലിൻ പോലുള്ള മരുന്നുകളുടെ എല്ലാം പ്രൊഡക്ഷന് വളരെ വലിയ പങ്കാണ് ജൈവ സാങ്കേതിക വിദ്യ നൽകിയത്. ആരോഗ്യരംഗത്ത് തന്നെ വളരെയേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ് ജീൻ തെറാപ്പി. ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ജീൻ തെറാപ്പി നടത്തുന്നത്. അപ്പൊ ഈ ഒരു ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും മരുന്നിന് പകരമായിട്ട് ഏത് ജീനാണോ ഈ ഒരു രോഗത്തിന് കാരണമായിട്ടുള്ളത്, ഏതെങ്കിലും ജീനിനൊക്കെ ഉൽപരിവർത്തനം നടക്കുമ്പോഴാണ് പല രോഗങ്ങളും വരുന്നത് അല്ലെ. അപ്പൊ അത്തരം ജീനുകളെ കണ്ടെത്തി അവയെ അവിടെ നിന്നും മാറ്റി അതിനു പകരം മറ്റൊരു നല്ല ജീനിനെ അവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജീൻ തെറാപ്പിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ജീൻ തെറാപ്പി എന്നുള്ളത് ജൈവ സാങ്കേതിക വിദ്യ വഴിയാണ് നടത്തുന്നത്. മദ്യം മുതൽ ആന്റിബയോട്ടിക്കുകളുടെ പ്രൊഡക്ഷന് വരെ എന്ത് സഹായകമായി? ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ സഹായകമായി. മദ്യത്തിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ ആന്റിബയോട്ടിക്കുകൾ, പല അസുഖങ്ങൾക്കെതിരായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ പ്രൊഡക്ഷന്, പല ഭക്ഷ്യവസ്തുക്കളുടെയും പ്രൊഡക്ഷനൊക്കെ എന്ത് സഹായിച്ചു? ഈ ഒരു ബയോടെക്നോളജി സഹായിച്ചു. സൂക്ഷ്മജീവികളിൽ നിന്നും ധാരാളം സേവനങ്ങൾ നമുക്ക് ലഭ്യമായി. മാലിന്യങ്ങളിലെ വിഷാംശം ഇല്ലാതാക്കാനായിട്ട് ജൈവ സാങ്കേതിക വിദ്യ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലിനജല സംസ്കരണം, ബയോഗ്യാസ് ഉൽപാദനം, ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യ വളരെ നല്ല ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോഹങ്ങൾ വേർതിരിക്കാനായിട്ടും ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യ സഹായകമായിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് റീകോമ്പിനന്റ് DNA ടെക്നോളജി. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? പുനഃസംയോജന DNA സാങ്കേതിക വിദ്യ. പുനഃസംയോജക DNA സാങ്കേതിക വിദ്യ നോക്കാം. വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജനിതക വസ്തുക്കളെ വിളക്കി ചേർത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള DNA കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് പുനഃസംയോജക DNA ടെക്നോളജി. ഓക്കെ, അഥവാ പുനഃസംയോജക DNA സാങ്കേതിക വിദ്യ, റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഒരിക്കൽ കൂടി പറയാം, വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജനിതക വസ്തുക്കളെ തമ്മിൽ വിളക്കി ചേർക്കുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുകയാണ്? കൃത്രിമമായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള DNA ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പേരിൽ തന്നെ ഉണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നാണ് പറയുന്നത്. റീകമ്പൈൻ ചെയ്യാണ്.
ഓക്കെ, ഉള്ള DNA നിന്നും അതിനെ ഒന്ന് വേർതിരിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേർതിരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള DNA കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു പ്രക്രിയയിൽ ചെയ്യുന്നത്. DNA ശകലങ്ങൾ വേർതിരിച്ച് അവയെ സംയോജിപ്പിക്കുന്നു. ഓക്കെ, DNA ശകലങ്ങൾ ഉണ്ടാക്കുക, DNA കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിന്റെ ശകലങ്ങളെ പിന്നീട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ കൂട്ടിച്ചേർത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? 2 DNA തന്മാത്രകളെ വേർതിരിച്ച് 2 DNA തന്മാത്രകളെ വേർതിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഒന്നോ അതിലധികമോ രാസാഗ്നികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ DNA ചെറിയ ചെറിയ ശകലങ്ങളാക്കി മാറ്റുന്നു. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇതിനു വേണ്ടി ഒന്നോ അതിലധികമോ രാസാഗ്നികളെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു? വിവിധ രാസാഗ്നികൾ, ഒന്നോ അതിലധികമോ രാസാഗ്നികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ DNA ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നു. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ശകലങ്ങളെ മാത്രം എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം ഇരട്ടിക്കലിനും പുനരുൽപാദനത്തിനും വേണ്ടി ഒരു കോശത്തിലേക്ക്, അതായത് മറ്റൊരു ഹോസ്റ്റ് സെൽ, അതിനകത്തേക്ക് ഇവ പുനഃസ്ഥാപിക്കുന്നു. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കൂ, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ്. ഇതിലൊരു ഫോറിൻ DNA മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഈ ഫോറിൻ DNAയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആരുടെ സഹായത്താൽ? വ്യത്യസ്ത രാസാഗ്നികളുടെ സഹായത്താൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വെക്ടർ DNA സെലക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഈ വെക്ടർ DNAയുടെ ചെറിയ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കും. ദെൻ പിന്നീട് ഫോറിൻ DNAയുടെ ഒരു ചെറിയ ഭാഗം ആ ഒരു വെക്ടർ DNAയുടെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന DNA നമുക്ക് എന്ത് പറയാം? റീകോമ്പിനന്റ് DNA മോളിക്യൂൾ അഥവാ പുനഃസംയോജക DNA തന്മാത്ര എന്ന് പറയാം. വാഹക DNA എന്ന് പറയുമ്പോൾ വെക്ടർ DNA ആണ്, അവിടെ കാണിച്ചിട്ടുണ്ട്. വെക്ടർ DNAയുമായിട്ടാണ് ടാർഗറ്റ് DNAയെ കൂട്ടി ചേർക്കുന്നത്. വാഹക DNAക്ക് ആതിഥേയ കോശത്തിൽ വെച്ച് സ്വന്തമായി ഇരട്ടിക്കാനും പുനരുൽപാദിപ്പിക്കാനും ഉള്ള കഴിവ് ഉണ്ട്. അതായത് ഈ ഒരു വെക്ടർ DNAക്ക് എന്തിനുള്ള കഴിവുണ്ട്? പുതിയതായിട്ട് എൻട്രി ചെയ്യുന്ന കോശത്തിനകത്ത് വെച്ച് സ്വന്തമായി ഇരട്ടിക്കാനും അതുപോലെ തന്നെ പുനരുൽപാദിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫോറിൻ DNAയെ എങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്? വെക്ടർ DNAയുമായിട്ട് അതിനെ ചേർത്ത് നിർത്തുന്നത്. ഓക്കെ, ദെൻ പ്ലാസ്മിഡ്, ഫേജ്, വൈറസ് തുടങ്ങിയവ വെക്ടറായി ഉപയോഗിക്കുന്നുണ്ട്. പുനഃസംയോജനം നടത്താൻ നമുക്ക് ആവശ്യമുള്ള DNAയും വാഹക DNAയോടൊപ്പം ഇരട്ടിക്കുന്നുണ്ട്. പുനഃസംയോജനം നടത്താൻ നമുക്ക് ആവശ്യമുള്ള DNAയും വാഹക DNAയോടൊപ്പം ഇരട്ടിക്കുന്നു. ആതിഥേയ കോശം ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളാണെങ്കിൽ അത് ഇരട്ടിച്ച് ലക്ഷക്കണക്കിന് തുല്യ കോശങ്ങൾ ഉണ്ടാവുന്നു. അതായത് ആതിഥേയ കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്റ്റ് സെല്ലാണ് അല്ലേ? ഈ ഒരു ഹോസ്റ്റ് സെൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളാണെങ്കിൽ അത് ഇരട്ടിച്ച് ലക്ഷക്കണക്കിന് തുല്യ കോശങ്ങൾ ഉണ്ടാവുന്നു. തന്മൂലം നമുക്ക് ആവശ്യമുള്ള DNAയുടെ ദശലക്ഷക്കണക്കിന് പകർപ്പുകൾ ഒരു ബാക്ടീരിയ കോശത്തിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാം? ജീൻ ക്ലോണിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബയോടെക്നോളജിയെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നീട് ബയോടെക്നോളജിയുടെ സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്